നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫെയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളുടെ വാഹനത്തെ പറ്റി പറയുന്ന പ്രോഗ്രാമാണിത്. എന്ത് കാര്യങ്ങളും പറയാം, കുറ്റം പറയാം, ഗുണമുള്ള കാര്യങ്ങൾ പറയാം, സർവീസിലുണ്ടായ പ്രശ്നങ്ങൾ പറയാം, വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ബിൽ ക്വാളിറ്റി മോശമാണെങ്കിൽ അത് പറയാം. അങ്ങനെ വാഹനത്തിൻ്റെ ഓണർക്ക് വാഹനത്തെപ്പറ്റി പറയാവുന്ന ഒരു പ്ലാറ്റ്ഫോം, അതാണ് റാപ്പിഡ് ഫെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഈ പ്രോഗ്രാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇന്നും റാപ്പിഡ് ഫെയർ നമ്മോടൊപ്പം ചേർന്ന് അവതരിപ്പിക്കുന്ന ടൂർമാക്സ് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ഒരു ട്രാവൽ ഏജൻസിയാണ്. പലതവണ നമ്മൾ ടൂർമാക്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ടൂർമാക്സ് ഗംഭീരമായ കുറേ ട്രിപ്പുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതിൽ തായ്ലൻഡുണ്ട്, അതുപോലെ കസാഖിസ്ഥാനുണ്ട്, ഭൂട്ടാനുണ്ട്, നേപ്പാളുണ്ട്, അങ്ങനെ പല ഡെസ്റ്റിനേഷനുണ്ട്. എങ്കിലും ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് പോകുന്ന ഏതാനും ഡെസ്റ്റിനേഷൻസും അതിൻ്റെ ഡേറ്റുകൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒന്ന് ജൂൺ 15 നേപ്പാളാണ്. നേപ്പാൾ നമ്മുടെ ഏറ്റവും അടുത്തുള്ള രാജ്യമാണ്. പാസ്പോർട്ട് ഇല്ലെങ്കിലും പോകാമെന്നുള്ളതാണ് നേപ്പാളിൻ്റെ ഏറ്റവും വലിയ ഗുണം. അതിനുശേഷം ജൂലൈ 15 ഭൂട്ടാനുണ്ട്. ഭൂട്ടാൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് പാസ്പോർട്ട് ഇല്ലാതെ ആ രാജ്യത്ത് പോകാമെന്നുള്ളതാണ്. രണ്ടും പർവ്വത നിരകളാൽ സമ്പന്നമായ ഗംഭീരമായ രാജ്യങ്ങളാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഇതിൻ്റെ അകത്തുള്ളത് വിയറ്റ്നാമാണ്. വിയറ്റ്നാം പോകുന്നത് ജൂൺ 29 വിയറ്റ്നാമിൻ്റെ ഗുണമെന്ന് പറയുന്നത് എല്ലാ തരത്തിലും ഒരു മിക്സ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഗംഭീരമായ നഗരമുണ്ട്, അതുപോലെ തന്നെ ഹൈ റേഞ്ചസ് ഉണ്ട്, കായലുണ്ട്, കടലുണ്ട്. അങ്ങനെ ഒരു കേരളവുമായിട്ടൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലമാണിത്. അവിടുത്തെ ഹനോയി, ദനാങ്, അതുപോലെ ഹലോങ് ബേ അങ്ങനെയുള്ള അതിസുന്ദരമായ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് കൂടാതെ ലോകത്തിലെ ഏറ്റവും നീളമുള്ള കേബിൾ കാറിലടക്കം സഞ്ചരിക്കുന്നുണ്ട് ഈ ഒരു വിയറ്റ്നാം യാത്രയിൽ. പിന്നെ ജൂൺ 26 തായ്ലൻഡ്. ഇതിലൊക്കെ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു യാത്ര വരുന്നത് ഓഗസ്റ്റ് 6 കസാഖിസ്ഥാനാണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനും കൂടി ആ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഓഗസ്റ്റ് 6 കസാഖിസ്ഥാൻ എന്ന് പറയുന്ന അതിസുന്ദരമായ രാജ്യത്തേക്കുള്ളത്. അപ്പോൾ ഇതുകൂടാതെ ധാരാളം ഡെസ്റ്റിനേഷൻസ് വേറെയുണ്ട്. എല്ലാത്തിലും സീറ്റുകൾ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എന്നിട്ട് ഏറ്റവും മികച്ച പാക്കേജുകൾ സ്വന്തമാക്കുക. ഈ ടൂർമാക്സിൻ്റെ പാക്കേജുകളുടെ പ്രത്യേകത എല്ലാം ഓൾ ഇൻക്ലൂസീവ് ആണെന്നുള്ള കാര്യമാണ്. അതിൽ വിസയുണ്ടാകും, എല്ലാ നേരത്തെയും ഫുഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പാക്കേജിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്ന തുക കൃത്യമായും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് ഒരു ചിലവുമില്ലാതെ പോയി വരാം. അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ സെലക്ട് ചെയ്ത് വളരെ കുറച്ച് സീറ്റുകളെ ഉള്ളെന്ന് മനസ്സിലാക്കുക, വിളിക്കുക. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാവുന്ന കസാക്കിലേക്ക് വരുന്നവർ ആദ്യമേ വിളിക്കുക. നമുക്ക് ഒരുമിച്ചൊരു ഗംഭീര യാത്ര ചെയ്യാം. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയറിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മളിന്ന് ആദ്യം പരിചയപ്പെടുന്നത് ഒരു ഹോണ്ട CB 350 ഹൈനസിൻ്റെ ഉടമയാണ്. നമസ്കാരം. പേര്? മോർണിംഗ് സാർ. അഖിൽ. എന്ത് ചെയ്യുന്നെങ്കിൽ? ഞാൻ ഗ്ലോബൽ നഴ്സ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്യാണ്. UK റിക്രൂട്ട്മെന്റ് പ്രോസസ്. UK റിക്രൂട്ട്മെൻറ്റാണ്. ഈ UK ഇപ്പം ചില സ്പൗസ് വിസ ഒന്നും കിട്ടാത്തതിൻ്റെ പേരിൽ ആൾക്കാർ കുറഞ്ഞോ പോകുന്നത്? നമുക്ക് ബേസിക്കലി നമ്മളിപ്പോൾ ചെയ്യുന്നത് നഴ്സിംഗ് ആണ്. ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ ഇലക്ഷനൊക്കെയാണ്, കുറച്ച് ഡൗൺ ആണെങ്കിലും ഇപ്പോൾ പിച്ചിങ് അപ്പ് ആണ്. ആണല്ലേ? UK അയർലൻഡും ഒക്കെ ചെയ്യുന്നുണ്ടോ? നമ്മൾ UK അയർലൻഡ് ഇപ്പോൾ USA സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ NCLEX അങ്ങനത്തെ ട്രെയിനിങ്ങും അസിസ്റ്റൻസ്, ഈ നഴ്സിൻ്റെ രജിസ്ട്രേഷൻ ട്രെയിനിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി. എനിക്ക് തന്നെ പരിചയമുള്ള ഒരു 2-3 നഴ്സുമാർ ഇപ്പോൾ UK അപ്ലൈ ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? അതുപോലെ പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്താണ് ഈ CB 350 എത്താനുള്ളൊരു കാരണം? ഇതൊരു ബേസിക്കലി ഹോണ്ട എന്നുള്ള ബ്രാൻഡിൻ്റെ വാല്യൂ, ആൻഡ് രണ്ടാമത്തത് ഒരു റിലയബിലിറ്റി ആണ് ഫസ്റ്റ് റീസൺ. രണ്ടാമത്തത് ഒരു റെട്രോ ക്ലാസിക് വണ്ടിക്ക് വേണ്ടി ഒരു അപ്ഗ്രേഡേഷന് വേണ്ടി നടക്കുമ്പോൾ നമ്മൾ എടുത്ത വണ്ടിയാണത്. ബേസിക്കലി അനിയന് വേണ്ടിയിട്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. ആദ്യം ഉണ്ടായിരുന്നത് ഒരു ജിക്സർ ആയിരുന്നു, 150 സെഗ്മെന്റിൽ നിന്ന് ഒരു അപ്ഗ്രേഡേഷൻ. അപ്പോൾ ആള് കോളേജിൽ പോകുന്ന ഒരു ടൈമിങ് കൂടിയായിരുന്നു. അപ്പോൾ എടുത്ത വണ്ടിയാണ്. അത്യാവശ്യം നമുക്ക് 2-3 വണ്ടികൾ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഒന്ന് മോജോ, പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികൾ, പിന്നെ ഈ അടുത്ത ഓപ്ഷൻ ഇതായിരുന്നു. ജാവയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും നമുക്കങ്ങനെ അത്ര എഫക്റ്റീവ് എന്നുള്ള ഇത് തോന്നിയില്ല. കുറച്ചും കൂടി റിലയബിൾ, സ്ട്രോങ്ങും പിന്നെ ബാക്കി വാല്യൂ ഫോർ മണി ആയിട്ടുള്ള പാക്കേജ് ആയിട്ട് തോന്നിയത് ഇതായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഹൈനസിലേക്ക് ഫൈനലി ഫിക്സ് ചെയ്തത്. പിന്നെ ഈ എന്താ പറയുക, അനിയനെ കൂടിയൊക്കെ ആകുമ്പോൾ ഒരു എന്താ പറയുക, കുറച്ചൊരു കൺസേൺ. അപ്പോൾ ഒരു പെട്ടെന്ന് ഇങ്ങോട്ട് ഓവർ പവേർഡ് ആയിട്ടുള്ള ഒരു വണ്ടി കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ടും ഇങ്ങനത്തെ ഒരു വണ്ടിയിലേക്ക് എത്തുകയാണ്. ഇത് ഓൾമോസ്റ്റ് നമ്മുടെ ഇനീഷ്യൽ ബാച്ചസിൽ പെട്ട വണ്ടിയാണ്. ഓൾമോസ്റ്റ് ഒരു 2-3 ഇയേഴ്സിൻ്റെ അടുത്തായി. ഞാനും ഈ 3 ഇയേഴ്സ് മുമ്പ് ഇത് വന്ന സമയത്ത് ഓടിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയായിരുന്നു. അതിന് ഭയങ്കര സ്മൂത്താണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് ശരിക്കും പറഞ്ഞാൽ RD 350 ഒക്കെ ഒരു ലുക്കൊക്കെ ഉണ്ട്. ഒരു പഴയ ആ ഒരു വണ്ടിയുടെ ലുക്കുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹോണ്ടയുടെ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊന്നും പറയാനില്ല ആ കാര്യത്തിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആലോചിച്ചെടുത്തിട്ട് ഏതാണ്ട് അതൊക്കെ അത്ര എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഇതുവരെ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. മൈനർ ഇഷ്യൂസ് ഏതൊരു വണ്ടി ഓൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൈനർ ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതും ഒരു മേജർ ഇഷ്യൂസ് അല്ല. നമ്മൾ ബാക്കിയുള്ള ബ്രാൻഡിൻ്റെ വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് അല്ല. കാരണം ഇപ്പോൾ ഫ്യൂൽ പമ്പിൽ കരട് കയറുക അങ്ങനത്തെ ഇഷ്യൂസൊക്കെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ വലിയ ഇഷ്യൂസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതും അപ്പോൾ തന്നെ അവർ റെക്ടിഫൈ ചെയ്ത് തരികയും ചെയ്തിട്ടുണ്ട്. ടൗണിലാണോ അധികം ഓടിക്കാറുള്ളത്? ടൗണിലാണ് കൂടുതൽ. പക്ഷേ ലോങ് റൈഡ്സും യൂസ് ചെയ്യുന്നുണ്ട്.
ഇതിനൊരു ആവറേജ് ഒരു അറൗണ്ട് 40. ഇപ്പോൾ എനിക്കിവിടെ 41 കിട്ടുന്നുണ്ട് ഇവിടെ. ഒരു 38 ഡെഫിനറ്റ്ലി. ഇതിനകത്ത് ക്ലസ്റ്ററിൽ ഒരു 41 കിട്ടുന്നുണ്ട്. ശരി, നല്ല മൈലേജാണ്, മോശമല്ലാത്ത മൈലേജാണ്. എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഘടകം എന്താണ്? ഈ നമ്മുടെ ട്രാഫിക്കിൽ ക്ലച്ച് ഭയങ്കര ലൈറ്റാണ്. ഇപ്പോഴും ഒരു എന്താ പറയുക, ഈ ഒരു ഫിംഗറിൽ ക്ലച്ച് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഒരു 3 years ആയി. സാധാരണ ഒരു വണ്ടി ആകുമ്പോൾ ഒരു മുറുക്കം വരും. ഇതിപ്പോഴും ഒരു സിംഗിൾ ഫിംഗറിൽ നമുക്ക് ഒരു ക്ലച്ച് യൂസ് ചെയ്യാം എന്നുള്ളത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. എന്താണ് എന്തെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ സ്ഥിരം ഉപയോഗിക്കുമ്പോൾ? ഒരു ഡ്രോബാക്ക് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് നമുക്ക് കുറച്ചും കൂടി ഒരു നല്ലൊരു ഹെഡ് ലാമ്പ് വേണം എന്ന് തോന്നിയിട്ടുണ്ട്. LED പ്രൊജക്ഷൻ ആണ്. നമ്മൾ ഓപ്പോസിറ്റ് വരുമ്പോൾ ചിലപ്പോൾ കണ്ണടിച്ച് പോകും. പക്ഷേ നമുക്ക് നൈറ്റ് ടൈമിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വിസിബിലിറ്റി കുറവാണ്. അങ്ങനെ നോക്കുമ്പോൾ അതൊരു അപ്ഗ്രേഡേഷൻ, അല്ലെങ്കിൽ ഒരു ഓക്സിലറി ലൈറ്റ്സ് ആയിട്ട് കയറ്റി കഴിഞ്ഞാൽ നമ്മൾ ഫിക്സ് ചെയ്ത് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി. മെയിൻ്റനൻസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? ഇപ്പോൾ ഞാൻ ചോദിക്കാൻ കാര്യം ഇപ്പോൾ എൻ്റെ ഓഫീസിലൊക്കെ ഹോണ്ട ആക്റ്റീവ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആ സമയത്തുള്ള എൻ്റെ കാറുകളെക്കാളും മെയിൻ്റനൻസ് കോസ്റ്റ് അതിന് വാങ്ങിക്കുമായിരുന്നു ആക്റ്റീവയ്ക്കൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിൽ ഉണ്ടോ? അങ്ങനെ വന്നിട്ടില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 3 years എല്ലാ സർവീസിനും ഒരു അപ് ടു 3000 ആണ് മാക്സിമം വന്നേക്കുന്നത്. 3200 വരെയൊക്കെയാണ് മാക്സിമം വന്നേക്കുന്നത്. ഇൻക്ലൂസീവ് മറ്റേ ബ്രേക്ക് പാഡ് ചേഞ്ചസ് അങ്ങനെ മേജർ ഇഷ്യൂസായിട്ടും ഒന്നും വന്നിട്ടൊന്നുമില്ല. നോർമലി മാക്സിമം ഒരു 3000, ഒരു 350cc വണ്ടിക്ക് അതൊരു നോർമൽ കണ്ടീഷനിലുള്ള ഇത് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞല്ലോ ഇത് നോക്കുന്ന സമയത്ത് എൻഫീൽഡിൻ്റെ വണ്ടികൾ നോക്കിയെന്ന്. എന്താണ് അത് വേണ്ടെന്ന് വെച്ച് ഇതിലേക്ക് വരാൻ എന്താണ് ഇതിന് അത്രയ്ക്കൊരു, അല്ലെങ്കിൽ അതിനെന്തായാലും ഒരു പോരായ്മ തോന്നിയത്? എൻഫീൽഡിൻ്റെ J സീരീസ് ആ സമയത്ത് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. മീറ്റിയോറിന് മാത്രം വന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു കാലത്താണ് മെറ്റിയോർ, ഏകദേശം ഒരു ടൈമിലാണ് വന്നത്. ബട്ട് നമുക്കൊരു എന്താ പറയുക, കുറച്ചും കൂടി ഫ്ലാറ്റ്സ് ഇതായിട്ടുള്ള സീറ്റുള്ള ഒരു വണ്ടിയാണ് കുറച്ചും കൂടി ആദ്യം പ്രിഫേർഡ്. കാരണം ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന വണ്ടി ജിക്സറും ഇങ്ങനത്തെ വണ്ടികളൊക്കെ ആയതുകൊണ്ട് പാരൻസിന് അമ്മക്കൊക്കെ കയറണമെങ്കിലും ഗ്രാബ് റൈൽസ്, ഫുഡ് റെസ്റ്റ്, കയറി ഇരിക്കാനുള്ള സുഖം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. പിന്നെ വൈബ്രേഷൻ്റെ കമ്പാരിറ്റീവ്ലി അതിന് വൈബ്രേഷൻ ഭയങ്കര കുറവാണ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള റോയൽ എൻഫീൽഡിനെ വെച്ചിട്ട്. ബട്ട് അതിനേക്കാളും കുറവാണ് ഇത്. അതൊരു പിന്നെ ഒരു ട്രാവൽ കംഫോർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ മെയിൻ റോയൽ എൻഫീൽഡിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ചും കൂടി മെയിൻ്റനൻസ് ഫ്രീ ബൈക്കാണ്. റോയൽ എൻഫീൽഡ് എടുക്കുമ്പോൾ ഞാൻ പേഴ്സണലി എല്ലാവരോടും പറയണ ഒരു എന്താ പറയുക, നമ്മളൊരു മെയിൻറ്റെയിൻ ചെയ്യാൻ വില്ലിങ് ആണോ, യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഇതായിരിക്കും. അപ്പോൾ ഇനി എന്താണ് ഇത് ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിക്കാണും? ഓൾമോസ്റ്റ് 20,000 മീതെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ വിൽക്കാനുള്ള പരിപാടി ഉണ്ടോ? ഇല്ല, നമ്മൾ എല്ലാ വണ്ടിയും ഒരു ലോങ് ടേം യൂസ് ആണ്. അതുകൊണ്ടാണ് ഹോണ്ടയിലേക്ക് തന്നെ എടുക്കുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഇപ്പം പുതിയ, അതായത് നമുക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്ന് തോന്നിയിരുന്ന പല കമ്പനികളും, ട്രയംഫ് ആയാലും ഹാർലി ആയാലും ഒക്കെ സാധാരണക്കാരനെ പറ്റുന്ന ബൈക്കുകൾ കൊണ്ടുവന്നല്ലോ. അതൊക്കെ ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? ഓടിച്ച് നോക്കിയിട്ടുണ്ട് ഞാൻ. എൻ്റെ കയ്യിലൊരു റോയൽ എൻഫീൽഡിൻ്റെ 411 കൂടി സ്ക്രാമും കൂടിയുണ്ട്. ഒരു ADV കാറ്റഗറി ആയതുകൊണ്ട് അത് എടുത്തു എന്നുള്ളൂ. ബട്ട് സ്റ്റിൽ ഒരു ഹാർലി ഓൺ ചെയ്യണം എന്നൊക്കെ ഇപ്പോൾ തോന്നുന്നുണ്ടോ? അങ്ങനത്തെ വേണമെങ്കിൽ വാങ്ങിക്കാവുന്ന ഒരു വിലയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പലതും. 400 എനിക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. സ്റ്റിൽ എനിക്ക് ഇപ്പോഴും അതിനേക്കാളും ഒരു പിടി മുമ്പിലാണ് ഇത് തോന്നിയേക്കുന്നത്. കാരണം എന്തോ എനിക്കൊരു ഫുൾ ഒരു പ്യുവർ ഹാർലി ഫീൽ അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതാണ്. ഓക്കെ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ പറയല്ലേ, ഹോണ്ടയുടെ കാറുകളായാലും ബൈക്കുകളായാലും നമ്മൾ ഓണേഴ്സിനോട് എന്തൊക്കെ ചോദിച്ചാലും കുറ്റം പറയില്ല. കാരണം അത്രയധികം റിലയബിളാണ്, അത്രയധികം ബിൽ ക്വാളിറ്റി ഉണ്ട്, അത്രയധികം എന്താ പറയേണ്ടത്, സാധാരണക്കാരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വണ്ടികളാണ് അവർ നിർമ്മിക്കുന്നത്. അതിൻ്റെ ഗുണമാണിത്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ രസമുള്ള സംഭവമുണ്ട്. എൻ്റെ വീട്ടിലേക്ക് ഒരാൾ വരികയായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തെ കൊണ്ട് പറഞ്ഞു വിട്ടാലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇപ്പം വരാൻ ലേറ്റാവും. ഇല്ലല്ല, പുള്ളി ഇവിടെ ആക്റ്റീവയിലാണ് വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ആക്റ്റീവ അല്ല, അത് വേറൊരു വണ്ടിയാണ്. പക്ഷേ ആക്റ്റീവ എന്ന് പറയുന്ന സ്കൂട്ടറുകളുടെ പേരായിട്ട് മാറിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഹോണ്ടയുടെ ഒരു റിലയബിലിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം എന്തായാലും ഹാപ്പി ആൻഡ് സേഫ് മോട്ടറിങ് ആശംസിക്കുന്നു. താങ്ക് യു. നമ്മുടെ ചാനലിൽ ഒരിക്കൽ നമ്മുടെ നടൻ ഷറഫുദ്ദീൻ വന്നു. ഷറഫുദ്ദീൻ വന്നത് ഒരു പോളോ GTയിലാണ്. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് ഷറഫ് പറഞ്ഞു, എവിടെ വണ്ടി കൊണ്ടുപോയാലും ആൾക്കാർ ചോദിക്കും വിൽക്കുന്നോ എന്ന്. കാരണം ഏറ്റവും അധികം ആരാധകരുള്ള ഒരു ചെറിയ വാഹനമാണ് പോളോ GTI. അപ്പോൾ പോളോ GTI ഒരു 2 door വാഹനമാണ്. അപ്പോൾ അതിൻ്റെ ഓണറെ നമ്മൾ പരിചയപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം. പേര്? സഞ്ജയ്. എന്ത് സഞ്ജയ്? എനിക്ക് ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് ഷോപ്പാണ് ഇവിടെ കത്രിക്കടവ് ബ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട്. ടോണി ലൈറ്റ്സ്. ഈ ലൈറ്റുകളുടെ കാര്യം ഞാൻ എപ്പോഴും കാണുമ്പോഴേ, നമ്മളിപ്പം എന്താ പറയുക, ഭയങ്കര ഫാൻസി ലൈറ്റുകളാണ് നമ്മളെല്ലാ ഷോപ്പുകളിലും കാണുന്നത്. ഇത് മുഴുവൻ ചൈനയാണോ?
ഒരുവിധം ചൈനയാണ്. പക്ഷേ ചൈനയിൽ തന്നെ നല്ലതും ചീത്തയും എല്ലാം കിട്ടും. നമ്മൾ നോക്കിയും കണ്ട് സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് അനുസരിച്ച് നമുക്ക് ക്വാളിറ്റി കിട്ടും. അപ്പോൾ ഡ്യൂറബിൾ ആണോ? കുറേ കാലമൊക്കെ നിൽക്കും? ഡെഫിനറ്റ്ലി നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് നമുക്ക് ചൈനയിൽ കിട്ടും. ആപ്പിൾ ഐഫോൺ പോലും ചൈനയിൽ ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് പണി അറിയാഞ്ഞിട്ടല്ല, അവർ നന്നായി ചെയ്യാൻ അറിയാം. ക്വാളിറ്റിയിലുള്ളത് കിട്ടും. നമ്മൾ ഇത്ര പ്രൈസിന് വേണമെന്ന് പറഞ്ഞാൽ ആ പ്രൈസിനുള്ളത് തരും. അങ്ങനെ ചീപ്പ് നെഗോസിയേഷനിൽ പോവാതിരുന്നു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് കിട്ടും. നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ 12 years ആയിട്ട് ചെയ്യുന്നതാണ്. അതിൽ കുഴപ്പമില്ലാതെ നമുക്ക് ഡീസൻറ്റ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്കിലും ഇന്ത്യയിലെ അത്തരത്തിലുള്ള വലിയ ലൈറ്റിംഗ് കമ്പനികളൊന്നും അതിലേക്ക് വരുന്നില്ല, അത്തരം ഫാൻസി ലൈറ്റുകൾ. ഇന്ത്യയിൽ ഉണ്ട് കുറച്ച്. നമുക്കിപ്പോൾ കുറച്ച് പ്രൊഡക്ട്സ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. യുപിയിലും മഹാരാഷ്ട്രയിലേക്കുള്ള സപ്ലൈസ് ഉണ്ട്. വലിയ കുഴപ്പമില്ലാത്ത പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷേ ചില സെഗ്മെൻറ്റ്സ്, അത് ഗ്ലാസ് വെയർ ഒക്കെ വരുമ്പോൾ ഗ്ലാസിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ഫൈനസും ക്വാളിറ്റിയും അത് എന്തോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ചൈനയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുള്ളതുകൊണ്ടാണ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കാൻ കാര്യം, ചിലപ്പോൾ നിങ്ങളിത് വിറ്റ് കഴിഞ്ഞിട്ട് ഈ ചൈനീസ് സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞ് ഇത് ഡ്യൂറബിൾ അല്ലാതെ തിരിച്ചേക്കൊണ്ടെന്ന് വലിയ തലവേദനയല്ലേ? കസ്റ്റമേഴ്സ് അങ്ങനെ തിരിച്ചെടുക്കേണ്ടി വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സപ്പോർട്ട് ചെയ്യും. ബിക്കോസ് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരാറില്ല. നമ്മൾ ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ട് പ്രൊക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഇഷ്യൂസ് നമുക്കിതുവരെ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. വളരെ റെയറായിട്ട് വല്ല ബാച്ച് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യും. ബിക്കോസ് അത് വളരെ റെയറായിട്ടുള്ള ഇൻസിഡൻറ്റാണ്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ വളരെ റെയറായിട്ടുള്ള ഒരു വാഹനവുമാണ് കയ്യിലുള്ളത്. ഈ GTI എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് യൂണിറ്റ്സ് ഇന്ത്യയിൽ വിറ്റിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സാധനത്തിന് പിടിവലി, ഞാൻ നേരത്തെ ടർബത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ആണ്. അതേപോലെയാണ് ഇതിപ്പോൾ വെളിയിൽ പോകുമ്പോൾ ആൾക്കാർ വിൽക്കുന്ന ചോദ്യം ഉണ്ട്, ചോദ്യം വരാറുണ്ട്. ഞാൻ എടുത്തിട്ട് അധികമായിട്ടില്ല, ഞാൻ യൂസ്ഡ് എടുത്തതാണ്. ഒരു 4 months ആയിട്ടുള്ളൂ ഞാൻ എടുത്തിട്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 6 to 7 months റിസർച്ച് ചെയ്ത് അന്വേഷിച്ച് കടന്ന് അങ്ങനെ പ്രൊക്യൂർ ചെയ്തൊരു വണ്ടിയാണ്. എന്തായിരുന്നു അങ്ങനെ അന്വേഷിച്ചാണെന്ന് വാങ്ങിക്കാനുള്ള കാരണം? ഇതുപോലൊരു സാധനം വേറെ ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ചെറിയ വണ്ടിയിൽ ഭയങ്കര പവർ പാക്ഡ് ആയിട്ടുള്ള ചെറിയ വണ്ടി വേറെ നമുക്കില്ല മാർക്കറ്റിൽ. പിന്നെ ഉഗ്രം ഗിയർ ബോക്സും, നല്ല ഗിയർ ബോക്സ്, റിലയബിലിറ്റി ഇഷ്യൂസ് ഉണ്ട് ഡെഫിനറ്റ്ലി. എങ്കിലും അത് ഓടിക്കുന്ന ഒരു സുഖം അത് വേറെ ലെവൽ തന്നെയാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് ആ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടാവുന്ന ഏതൊരു വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും ബെറ്റർ ഡ്രൈവബിലിറ്റി അത് നമുക്ക് ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഈ സെക്കൻഡ് ഹാൻഡ് കുറേ കിട്ടാനുണ്ടോ? ഇത് അന്വേഷിച്ച് നടന്ന സമയത്ത് അങ്ങനെ കിട്ടാൻ കുറവാണ്, ഭയങ്കര കുറവാണ്. എന്ന് വെച്ചാൽ കയ്യിൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. വല്ല അപ്ഗ്രേഡേഷൻ വരുമ്പോൾ മാത്രമാണ് അവർ വിൽക്കാനുള്ളൊരു പ്ലാനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മാറി മിനി കൂപ്പറിലേക്ക് പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ്. വളരെ റെയറാണ്. ഇത് ഉള്ളവരങ്ങനെ വിൽക്കാറില്ല. ഭയങ്കര വിലയാണോ ഇതിനൊക്കെ? ഇതിപ്പോൾ ഏകദേശം നമുക്കൊരു വെർട്ടസ് GT ഒക്കെ പുതിയത് വാങ്ങുന്ന ഒരു 20 രൂപയ്ക്ക് അടുത്തൊക്കെ വരും. 20+ വരും. എനിക്ക് 21 ആ റേഞ്ചിൽ. എത്ര ഓടിയതായിരുന്നു വാങ്ങിക്കുമ്പോൾ? 66,000. എത്ര ഓടിയിരുന്നു? ഏത് വർഷമാണ്, ഏത് മോഡലാണ്? 2017. അപ്പോൾ ഇങ്ങനെ വലിയൊരു ആഗ്രഹത്തിൽ വാങ്ങിച്ച വാഹനം, ആ ആഗ്രഹങ്ങളെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. ശരിക്കും പറയും ഇതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. അതിന് പറ്റിയ റോഡ്സ് നമുക്ക് ഇല്ലാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് എടുത്തിട്ടാണെങ്കിൽ ഞാൻ അധികം ലോങ് പോയിട്ടുമില്ല. വേറെ അതർ സ്റ്റേറ്റ്സിലേക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. കാല് കൊടുക്കുന്ന കാര്യം പറഞ്ഞത്. അതെ, ഇതൊരു ലിമിറ്റ് വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പറ്റാവുന്ന പോലെ മയത്തിലൊക്കെ ചെയ്യുന്നു സേഫായിട്ട്. അപ്പോൾ ഈ ഫോക്സ്വാഗണിൻ്റെ വണ്ടികളുടെ ഒരു പ്രശ്നമായിട്ട് പറയാവുന്നത് ആദ്യ കാലത്തുള്ള ഒരു വാറണ്ടി പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റ്ലി ആകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്തരം വണ്ടികൾ ഉണ്ട്. ഇപ്പോൾ ഇത് അണ്ടർ വാറണ്ടി ആണ് ഇപ്പോഴും. ഡിസംബർ വരെ എക്സ്റ്റെൻഡ് വാറണ്ടി ഉണ്ട്. അപ്പോൾ ആ ഒരു ഹൈലൈറ്റും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ ആ ഒരു സേഫ്റ്റി ഫീച്ചർ ഉണ്ട്. പൊതുവേ സ്പെയർ പാർട്സിനൊക്കെ റേറ്റ് കൂടുതലാണ്, ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ആഗ്രഹത്തിന് പുറത്ത് അത് പോട്ടെന്ന് വെക്കുകയാണ്. രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതാ വേറെ വണ്ടികൾ ഉപയോഗിക്കുന്നത്? ഞാൻ ഡസ്റ്റർ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്, അതിപ്പോഴും ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ സെൽ ഓഫ് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഡസ്റ്ററിൻ്റെ 110 PS ആയിരുന്നു. അതും ഭയങ്കര രസമുള്ളൊരു വണ്ടിയാണ്. സസ്പെൻഷൻ അടിപൊളിയാണ്. ഹാൻഡ്ലിംഗ് ആയാലും ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇപ്പം ഇതാണോ ഫുൾ ടൈം? ഏകദേശം ഫുൾ ടൈം ഇപ്പോൾ ഇത് തന്നെയാണ്. മൈലേജ് നോക്കിയിട്ടുണ്ടോ? മൈലേജ് ഒരു സിറ്റിയിലൊരു 7 to 8 ആ റേഞ്ചൊക്കെ കിട്ടും. പിന്നെ ഹൈവേയിൽ പോകുകയാണെങ്കിൽ നമുക്കൊരു ഇപ്പോൾ ഞാൻ കോട്ടയം തൃശ്ശൂരൊക്കെ പോകുമ്പോൾ ഒരു 12 ആ റേഞ്ച് സുഖമായിട്ട് മാക്സിമം. വലിയ കുഴപ്പമില്ലാത്ത ഈ ഒരു പവറിന് വലിയ കുഴപ്പമില്ലാത്തൊരു മൈലേജ് ആണ്. അതുപോലെ ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി ഒക്കെ ഉണ്ട്. കാരണം 2 door ആണ്, ബാക്കിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ഫ്രണ്ട് സീറ്റ് മാറ്റണം. അത് ഒരു ബുദ്ധിമുട്ട് വീട്ടുകാരൊക്കെ പറയുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. ഇപ്പോൾ എനിക്ക് 2 ചെറിയ പിള്ളേരാണ്, 5 years 3 years ആണ്.
അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇത് ഓക്കെയാണ്. ഓക്കെയാണ്. അവർ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ നമുക്ക് അവർ തന്നെ ചിലപ്പോൾ അതെ ശരിയാണ്. പ്രത്യേകിച്ച് ഡസ്റ്റർ പോലെ വളരെ ലാവിഷായിട്ടുള്ള ഒരു വണ്ടിയിൽ നിന്നും ഉള്ള ഒരു സ്പേസ് കൺസ്ട്രെയിൻ ഉണ്ട്. ഇപ്പോൾ ഇതിന് നോർമൽ പോളോൻ്റെ സെയിം സ്പേസ് ഉണ്ട് ബാക്ക് സീറ്റിൽ, പക്ഷേ കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ഉള്ളൊരു ചെറിയൊരു ഡിഫിക്കൽട്ടി അതുണ്ട്. അത് നമ്മൾ കോംപ്രമൈസ് ചെയ്തങ്ങ് അതെ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പ്രാക്ടിക്കാലിറ്റി പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ ഒരു ഫാൻസി ഐറ്റമാണ്. ഫാൻസി ലൈറ്റിൻ്റെ കാര്യം ട്രേഡ് ഓഫ് ആണ്. പ്രാക്ടിക്കാലിറ്റി ഒന്ന് കോംപ്രമൈസ് ചെയ്തിട്ട് നമുക്ക് ഡ്രൈവബിലിറ്റി ആ ഒരു ഫാക്ടറി കിട്ടി. ഓക്കെ. അപ്പോൾ ഇതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഡസ്റ്റർ അതിന് മുമ്പ് ഏതായിരുന്നു? അതിന് മുമ്പ് നമുക്ക് ഫിയസ്റ്റ ഉണ്ടായിരുന്നു, ഫോർഡിൻ്റെ ഫിയസ്റ്റ. അത് ഫസ്റ്റ് ജനറേഷൻ. അതും ഭയങ്കര രസമുള്ളൊരു വണ്ടിയായിരുന്നു, ഫൺ ടു ഡ്രൈവ് ആയിരുന്നു. അതിന് പക്ഷേ ടുവേർഡ്സ് ദി എൻഡ് ആയപ്പോഴേക്കും കുറേ ഇഷ്യൂസൊക്കെ വന്ന് നമ്മൾ പിന്നെ സെൽ ഓഫ് ചെയ്തു. ഇതിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചറാണ് ഡ്രൈവിംഗ് കംഫർട്ട് തന്നെയാണോ? എന്താണ് ഇതിൻ്റെ കാര്യത്തിൽ ആക്സിലറേഷനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമുക്ക് നന്നായിട്ട് കാല് കൊടുത്ത് ഏത് സ്ട്രെച്ച് വരെയും പോവാം. വണ്ടി അങ്ങ് ടയർഡായി എന്നുള്ള ഫീൽ ഉണ്ടാവില്ല. നമ്മൾ ടയർഡാവുന്നൊരു അവസ്ഥയുള്ളൂ. വണ്ടി ഒരിക്കലും വിട്ടുകൊടുക്കില്ല. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ബ്രേക്കിങ്ങും അടിപൊളിയാണ്. നല്ല ആ ഒരു പവർഫുൾ പാക്കേജിന് പറ്റിയൊരു ബ്രേക്കിംഗ് ആണ്. ഈ അടി തട്ടുന്ന പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, ഇതുവരെ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. എനിക്ക് ഫ്രണ്ടിൽ ലിപ്പ് മാത്രം ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പിൽ ചെറുതായിട്ട് ശ്രദ്ധിക്കണം മാത്രം. ബാക്കി അടിയായിട്ടൊന്നും ഇഷ്യൂ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു 20-21 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഇലക്ട്രിക് കാറുകളുടെ പുതിയത് പോലും വാങ്ങിക്കാവുന്ന ഒരു വിലയാണ്. അതെ. ഇലക്ട്രിക് കാറുകളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടില്ല. ബിക്കോസ് എന്തോ എനിക്ക് ഇലക്ട്രിക്കിനേക്കാളും പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അതാണ് താല്പര്യം. ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. എന്താണ് ഇപ്പോൾ പെട്രോൾ ഹെഡ്സ് ആയിട്ടുള്ളവർക്ക് പലരും പല അഭിപ്രായം പറയാം. ചിലർ പറയുന്നത് അതിനൊരു ജീവനില്ല ഡ്രൈവിൽ, ചിലർ പറയുന്നത് കൊള്ളാം ആക്സിലേഷൻ ഉണ്ട്. അത് രസമാണ്. ഡെഫിനറ്റ്ലി അത് എൻ്റെ ഡിഫറെൻറ്റ് രസം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു എയർപ്ലെയിനിലൊക്കെ ഇരുന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലാണ് ആക്സിലേഷൻ കൊടുക്കുമ്പോൾ ഉള്ളത്. ഫുൾ നിശബ്ദതയിൽ ഭയങ്കര പവർ, അതും റാപ്പിഡ് ഇൻസ്റ്റൻറ്റ് പവറുമാണ്. പക്ഷേ എന്തോ ഇതിൻ്റെ ആ ഒരു എക്സോസ് നോട്ടിൻ്റെ ഒരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ അത് ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ, എനിക്ക് അതൊരു ഫാക്ടറാണ്. അപ്പോൾ ഇനി ഇത് ദീർഘകാലം ഉപയോഗിക്കാനാണോ പരിപാടി? എന്തായാലും ഒരു 3 to 4 years എന്തായാലും ഉപയോഗിക്കാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് വേറൊരു ഫസ്റ്റ് കാർ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കാർ ഉണ്ടാവുമോ? അത് ചിലപ്പോൾ ഒരു ഡെയിലി യൂസിന് വല്ലതും വേറെ എന്തെങ്കിലും ചെറിയ വണ്ടി വല്ലതും ചിലപ്പോൾ പ്രൊക്യൂർ ചെയ്യായിരിക്കും. അതെന്താണെന്ന് എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഒരു ധാരണ? അത് ചിലപ്പോൾ ഹ്യുണ്ടായി മാരുതിയുടെ ഏതെങ്കിലും ചെറിയ വണ്ടികൾ എനിക്ക് വൈഫിന് രണ്ടുപേർക്ക് ഉപയോഗിക്കാൻ പറ്റുക അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊക്യൂർ ചെയ്യായിരിക്കും. അതർവൈസ് ഇത് കുറച്ചാൾ എന്തായാലും കാരണം വെച്ചാൽ ഇത് ഈ പറഞ്ഞല്ല, ഇത് നമ്മളെ വെളിയിറങ്ങുമ്പോൾ ആൾക്കാർ വന്ന് വില പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിക്കാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ദീർഘകാലം ഓടിക്കുമെന്നുള്ള കാര്യം. ഇത് എന്ന് പറഞ്ഞാൽ എന്തൂസിയാസ്റ്റുകളുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും നോക്കിയിട്ട് 2 ഡോറല്ല. എൻ്റെ ഒരു ഫ്രണ്ട് അനൂപ് ഒരിക്കൽ ഇവിടെ ഞാൻ എൻ്റെ BMW C4 വാങ്ങിച്ചപ്പോൾ ഈ വില കൊടുത്തിട്ട് ആപ്പടെ 2 ഡോറുള്ള വണ്ടിയാണോ വാങ്ങിച്ചത് ചോദിച്ചാൽ ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ കാര്യം ഇപ്പോഴും പോളോ ആയിട്ട് മാത്രം കാണുന്നതാണ് നോർമലി കാണുന്നൊരു സാധാരണക്കാരുടെ ഇടയിൽ ഇത് വെറും പോളോ ആണ്. ശരിയാ. പക്ഷേ പോളോയ്ക്ക് പോലും ഭയങ്കരമായ ആരാധകരുണ്ടെന്നുള്ളത് വേറെ. നിർത്തിയതിനു ശേഷം ഭയങ്കരമായിട്ട് കൂടി. അതെ. ഈ വണ്ടി പ്രൊഡക്ഷൻ നിർത്തിയതിന് ശേഷം ഭയങ്കരമായിട്ട് വില കൂടിയ വണ്ടികളിൽ ഒന്ന് ഫോർഡ് എൻഡേവറും മറ്റൊന്ന് പോളോയുമാണ്. ഈ രണ്ടും ഇപ്പോഴും അതുകൊണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. വളരെ റയറായിട്ട് കാണുന്ന ഒരു വണ്ടിയുമായിട്ടാണ് നമ്മൾ പരിചയപ്പെട്ട ആളുള്ളത്. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഒരു സ്കോഡ ഒക്ടേവിയ VRSൻ്റെ ഉടമയാണ്. ഈ സ്കോഡ ഒക്ടേവിയ നല്ല പവർഫുള്ളാണ്, തന്നെയല്ല ഗംഭീരമായ വാഹനമാണ്. അതിൻ്റെക്കാളും പവർഫുള്ളായിട്ടുള്ള അതിൻ്റെ ഒരു റാലി സ്പോർട്ട് മോഡലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനം. അപ്പം അങ്ങേയറ്റം എന്താണ് ഒരു കാർ എൻതൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്ക് മാത്രം വാങ്ങിക്കാൻ തോന്നുന്നൊരു വാഹനമാണ്. കാരണം ഇതിന് സാമാന്യം നല്ല വിലയുണ്ട്. അങ്ങനെയുള്ളവരുടെ പരിചയപ്പെടാം. നമസ്കാരം. പേര് വിജോ. എന്ത് ചെയ്യുന്നു വിജോ? ഞാൻ ആർക്കിടെക്റ്റാണ്. കാക്കനാട് സ്വന്തം ഓഫീസാണ്. എന്താ അതിൻ്റെ പേര്? ഡിസൈൻ ഡീകോഡ് ആർക്കിടെക്ട്സ് ആണ്. അത് ശരി. അപ്പോൾ ഈ പറഞ്ഞല്ലോ ആർക്കിടെക്റ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളാണ്. ഒരു വീട് പണിയുമ്പം ആലോചിക്കുന്നത് അതിൻ്റെ സ്പേസ്, അതിൻ്റെ ഭംഗി, അങ്ങനെ പല കാര്യങ്ങളും ആലോചിക്കും. ഈ വണ്ടി അതുമൊക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണോ? ഷുവറായിട്ട്. ആണോ? എന്താണ് ഈ വണ്ടിയിലേക്ക് വരാനുള്ള കാര്യം? സാധാരണഗതിയിൽ ഇപ്പം ഒക്ടേവിയ എടുക്കാം എന്ന് വിചാരിക്കില്ല. ആക്ച്വലി ഞാൻ ഇതിലേക്ക് ഒരു ആക്സിഡൻറ്റ് വന്നതാണ്. ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിരുന്ന നമ്മുടെ ജീപ്പ് കോമ്പസ് ആയിരുന്നു. ജീപ്പ് കോമ്പസ് മാനുവൽ ആയിരുന്നു, ഡീസൽ. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഓട്ടം ഉള്ളതുകൊണ്ട് സിറ്റി ഡ്രൈവും കൂടുതലായതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ക്ലച്ചിൻ്റെ ഇഷ്യൂസ് വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് ലെഗ് പെയിനും കാര്യങ്ങളെല്ലാം വരുന്നു.
അപ്പോൾ ഞാനൊരു വണ്ടിയിലേക്ക് മാറണം, ഓട്ടോമാറ്റിക്കലി മാറണം എന്നിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് VRSനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ആക്സിഡൻ്റിൽ എൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു വണ്ടിയിൽ കയറി ട്രാവൽ ചെയ്തു, ഇതുവരെ അങ്ങനെ ഒരു യാത്ര ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എനിക്കൊന്ന് വണ്ടി ഒന്ന് കാണാം ജസ്റ്റ്. അപ്പോഴും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, VRS എന്താണെന്ന് അറിയില്ല. ഒക്ടാവിയ, അപ്പോൾ ആൾ പറഞ്ഞു ഒക്ടാവിയ എന്ന്, അയാൾക്കും വലിയ പിടുത്തമില്ല. ഒക്ടാവിയ എന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ ശരി ഞാനും വരാം, ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് ഇതുപോലെ കയറിയിരുന്ന് അതിൻ്റെ ഓണർ ഒന്ന് ഡ്രൈവ് ചെയ്തു ഈ വണ്ടി. ഇതിൽ ഒരു റൗണ്ട് ആലുവ വരെ, കളമശ്ശേരി ടു ആലുവ വന്ന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സാധാരണ ഒക്ടാവിയ അല്ല, സംതിങ് ഡിഫറെൻറ്റ്. നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തണമെന്ന് ചിന്തിക്കുമ്പോഴേക്കും വണ്ടി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അപ്പോഴും ഞാൻ തീരുമാനിച്ചില്ല ഇതിലേക്ക് പോകണോ, ബിക്കോസ് ഞാൻ യൂസ് ചെയ്യുന്ന SUV ആണ്. അതിൽ നിന്നൊരു ലോ ക്ലിയറൻസ് ഉള്ള വണ്ടിയിലേക്ക് പോകണോ എന്നെൻ്റെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് കഴിഞ്ഞ് ഇതേ ടൈമിൽ തന്നെ ഞാൻ അടുത്ത ജീപ്പിൻ്റെ ഓട്ടോമാറ്റിക് ഓടിച്ചു നോക്കി. ഇതെല്ലാം ഒരു ദിവസം. അപ്പോൾ ഇതിന് ശേഷം നെക്സ്റ്റ് ഡേ ഞാൻ ഈ വണ്ടി അന്ന് ഞാൻ ഓടിച്ചില്ല ഫസ്റ്റ് ഡേ. നെക്സ്റ്റ് ഡേ ഞാൻ ഈ വണ്ടി അങ്ങ് ഓടിക്കാൻ തന്നെ പോയി. ഇത് ഓടിച്ച് നോക്കി അന്ന് തന്നെ ഞാൻ ജീപ്പ് കോമ്പസിൻ്റെ, അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഓഫർ തരാം, എൻ്റെ വണ്ടി തിരിച്ചെടുക്കാം, ലേറ്റസ്റ്റ് മോഡലിലേക്ക് ആകുമ്പോൾ ഓട്ടോമാറ്റിക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓപ്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ ശരി അതും ഓടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനന്ന് 40 lakhs വരുന്നുണ്ട് ആ മോഡലിന്. അപ്പോൾ ഞാൻ അത് ഓടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഇതിലുള്ളൊരു ഫണ്ടൊന്നും അതിനകത്തില്ല. ബിക്കോസ് അത് 9 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്, 6 സ്പീഡാണ്. 9 സ്പീഡ് വളരെ ലീനിയർ ആയിട്ടുള്ള ഒരു ത്രോട്ടിലാണ് അതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തത്. പവറെല്ലാം ഉണ്ട്, പക്ഷേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ടൈമിലേ അത് കയറി പോകുന്നുള്ളൂ. അതെ. പക്ഷേ സ്റ്റെബിലിറ്റി വൈസ് എല്ലാം ഇറ്റ്സ് ഗുഡ്. അപ്പോൾ പിന്നെ അവസാനം ഇതിലേക്ക് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഈ വണ്ടി എടുത്തു. അപ്പോൾ ഇത് പറഞ്ഞ പോലെ ഇത് അവൈലബിൾ അല്ല ഇപ്പോൾ. എനിക്ക് തോന്നുന്നു 230 വന്നത് 2018 ആണ്. പിന്നെ 245 വന്നു. ഇതൊരു 500 യൂണിറ്റ്സ് ആകെ ഇന്ത്യയിലുള്ളൂ. അടുത്താണെങ്കിൽ എനിക്ക് തോന്നുന്നു 200 യൂണിറ്റ്സ് വന്നിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അതും ആ ഒരു വാല്യൂ ഞാൻ പിന്നെയാണ് അറിയുന്നത്. ഒരു ഹെഡ് ടേണർ ആണെന്നുള്ളതും കാണുന്നവരെല്ലാം ചോദിക്കുന്നത് സ്റ്റേജ് 1 ആണോ, സ്റ്റേജ് 2 ആണോ, സ്റ്റേജ് 3 ആണോ ട്യൂൺ ചെയ്തത്. ഇത് ആക്ച്വലി സ്റ്റോക്കാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. ബിക്കോസ് അത് തന്നെ ഇവിടെ പവറാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ VRSലേക്ക് എത്തിയത്. പിന്നെ ഇതെടുത്തു കഴിഞ്ഞപ്പോൾ എടുക്കുമ്പോഴും എൻ്റെ ഫാമിലിയും അത്ര അങ്ങോട്ട് കൺവിൻസ്ഡ് അല്ലായിരുന്നു. ബിക്കോസ് SUV നിന്ന് മാറുന്നു, അത്രയും അത് റെഡ് കളറായിരുന്നു ജീപ്പ്. അപ്പോൾ ആ ഒരു കളറിൽ നിന്ന് ബ്ലാക്കിലേക്ക് പോകുന്നു എന്നൊക്കെ. പക്ഷേ 1 വീക്ക് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ ഒരു കംഫർട്ട് മറ്റു വണ്ടിക്കില്ല. ബിക്കോസ് ഇതിന് ഈ പറഞ്ഞ ബോബിളിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ബോഡി റോളോ ഒന്നും ഇല്ല ഈ മോഡലിന്. നമുക്കൊരു SUVയിലേക്ക് പോകുമ്പോൾ നമുക്ക് എപ്പോഴും ബാധിക്കുന്ന ഒരു കാര്യം ബോഡി റോളാണല്ലോ. അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലയെന്ന് കണ്ടപ്പോൾ ഇപ്പോൾ ലോങ് ഡ്രൈവ് ആണെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂർ പോയാലോ ഒന്നും ആരും ആ ഒരു ബുദ്ധിമുട്ട്, ഇപ്പോൾ മൂന്നാർ പോകണമെങ്കിൽ പോലും പിന്നിലിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു അങ്ങോട്ട് എടുത്തിട്ടു ഇങ്ങോട്ട് എടുത്തിട്ടു ആ ഇഷ്യൂസ് ഒന്നുമില്ല. ആ സ്റ്റെബിലിറ്റി തന്നെ ഒരു കാര്യം. പിന്നെ നമുക്ക് ഒരു നോർമൽ ഒക്ടാവിയ പോലെ തന്നെ ഇത് ഓടിച്ച് നടക്കാം. ബട്ട് നമുക്ക് സംതിങ് ഡിഫറെൻ്റ് ആയിട്ടൊരു ഫീൽ വേണോ, നമുക്ക് സ്പോർട്സ് മോഡ് ഇട്ട് അല്ലെങ്കിൽ കാല് കൊടുത്താൽ വണ്ടി വേറെ ലെവലിലേക്ക് പോകും. അപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് നോക്കും ഇത് ഏതാണ് വണ്ടി എന്നുള്ളത്. എന്ത് വില ഡിഫറൻസ് ഉണ്ടായിരുന്നു സാധാരണ ഒക്ടേവിയ ഇതുമായിട്ട്? ആക്ച്വലി ഞാനിത് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് എടുത്ത വണ്ടിയാണ്. 2020 ഞാൻ എടുക്കുന്നത്, 22 ഞാൻ എടുക്കുന്നത്. 2022 ഞാൻ വണ്ടി എടുക്കുന്നത്. ആക്ച്വലി പറയുകയാണെങ്കിൽ വലിയ വിലയൊന്നും കുറഞ്ഞിട്ടില്ല വണ്ടിക്ക്. ഇത് അന്ന് ഓൺ റോഡ് 32 മറ്റോ ആയിരുന്നു ഇറങ്ങിയിരുന്ന ടൈമിൽ. ഞാൻ അപ്രോക്സിമേറ്റ്ലി ഒരു 28 അടുത്തായിട്ടാണ് വണ്ടി എടുത്തത്. 4 years കഴിഞ്ഞിട്ടാണെങ്കിലും. ബിക്കോസ് ഇതിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവായതുകൊണ്ട് അത്രയധികം ആളുകൾ മാർക്കറ്റിൽ ഡിമാൻഡുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ വലിയ വില കുറവൊന്നും ഉണ്ടായില്ല. പക്ഷേ അതിൽ ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഫൺ ടു ഡ്രൈവ് എന്ന് പറയുന്നതും ആ ഒരു അഡ്രിനാലിൻ റഷ് നമുക്ക് കിട്ടുന്നത് അതൊന്ന് വേറൊരു ഫീൽ തന്നെയാണ്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പോളോ GTA പോലെ തന്നെയാണ്. അതായത് ഇതിനൊന്നും പകരം വെക്കാൻ വണ്ടികളില്ല. അതുകൊണ്ടാണ് ഈ വില ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് വില കൂടി നിൽക്കുന്നത്. മൈലേജ് നോക്കിയിട്ടുണ്ടോ? മൈലേജ് എനിക്ക് സിറ്റി ഡ്രൈവ് ആണ് കൂടുതലും എനിക്കുള്ളത്. സിറ്റി ഡ്രൈവിൽ എനിക്കൊരു 7 to 8 എനിക്ക് കിട്ടുന്നുണ്ട്. ലോങ് ഡ്രൈവ് ഞാനിപ്പോൾ കോയമ്പത്തൂരും അവിടെ എല്ലാം സൈറ്റ് ഉണ്ട് എനിക്ക്. കോയമ്പത്തൂർ ബാംഗ്ലൂരൊക്കെ പോകുകയാണെങ്കിൽ എനിക്ക് 14.5 വരെയൊക്കെ കിട്ടും. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കിന് ഒരു സ്റ്റൈൽ ഓഫ് ഡ്രൈവിംഗ് ഉണ്ടല്ലോ, അത് നമ്മൾ അക്യൂർ ചെയ്ത് അത് എത്തണം നമ്മൾ. ആക്ച്വലി ഞാൻ മാനുവലിൽ നിന്ന് മാറുമ്പോൾ എനിക്ക് ആദ്യത്തിൽ ഈ പറഞ്ഞ മൈലേജ് ഉണ്ടായിരുന്നില്ല. ബട്ട് നമ്മൾ ആ ഒരു സെയിം RPM നിർത്തി അങ്ങനെ കൊടുത്ത് സ്പോർട്സ് മോഡ് ഇടയ്ക്ക് യൂസ് ചെയ്ത് അങ്ങനെ പോവുകയാണെങ്കിൽ ഈവൻ സ്പോർട്സ് മോഡിൽ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ട്.
ഫ്ലോർ ചെയ്ത് ഓടിച്ചാൽ മൈലേജ് അതോടുകൂടി അപ്പോൾ തന്നെ. പിന്നെ ഈ പെട്രോൾ വണ്ടികളുടെ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ സിഗ്നലിലും മറ്റോ നിന്നാൽ കുറച്ചധികം നേരം നിന്നാൽ അതങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കും. അത് ഞാൻ നോക്കിയപ്പോൾ എല്ലാ വണ്ടികൾക്കും അത് തന്നെയാണ്, ഓട്ടോമാറ്റിക്കലേക്ക് വരുമ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഈ പൊതുവേ നമ്മൾ പറയുന്ന യൂറോപ്യൻ വണ്ടികളാകുമ്പോഴത്തേക്കും മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലാണെന്നാണ്, അത് ഫീൽ ചെയ്തോ? മെയിൻ്റനൻസ് കോസ്റ്റ് ചീപ്പല്ല എന്തായാലും. എഫക്റ്റീവ്ലി പറയുകയാണെങ്കിൽ ഒരു പ്രീമിയം വണ്ടി കൊണ്ടു നടക്കുന്ന എല്ലാ ഫീലും ഇതിനകത്തുണ്ട്. എന്നാൽ പ്രീമിയത്തിൻ്റെതായിട്ടുള്ള എക്സ്പെൻസ് നമുക്ക് ഇതില്ല എന്ന് മാത്രം. ബട്ട് ഡെഫിനറ്റ്ലി ഹയർ ആണ്. ഈ കമ്പയർഡ് ടു ജീപ്പ് കോമ്പസ് എങ്ങനെയുണ്ട്? സ്ലൈറ്റ്ലി ഹയർ ആണ്. അതെ, സ്ലൈറ്റ്ലി ഹയർ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇപ്പോൾ 70,000 ആണ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത്. ഞാൻ എടുത്തിട്ട് ഒരു 25,000 ഞാൻ ഓടിച്ചിരിക്കുന്നത് 2 വർഷം കൊണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു റണ്ണിങ് ഇതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. പിന്നെ ഇത് മറ്റ് വണ്ടികളെ അപേക്ഷിച്ച് ഇതിൻ്റെ ബ്രേക്ക് പാഡും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പോവും, ആ ഒരു പവർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മെയിൻ്റനൻസ് ആണ് കൂടുതൽ വരുന്നത്. അതർവൈസ് വണ്ടിക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താ വണ്ടിയുടെ? ഈ ലുക്ക് വൈസ് ആണോ അതോ പെർഫോമൻസ് വൈസ്? ഏത് തരത്തിലും. പെർഫോമൻസ് വൈസ് ആ സ്പോർട്സ് മോഡ് തന്നെ. അത് നമുക്ക് ഇപ്പോൾ നമ്മളൊരു ദിവസത്തെ ഫുൾ ഡേ ടയർഡായിട്ട് നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ, ഞാൻ കാക്കനാട് ആയതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഞാൻ മെഡിക്കൽ കോളേജ് റോഡിലേക്ക് ഒന്ന് കയറും. ആ ഒരു സ്ട്രെച്ച് ഒന്ന് തീർത്തിട്ടങ്ങ് വരും. അപ്പോൾ തന്നെ നമ്മളൊന്ന് ഫ്രഷായി. അതൊരു വേറൊരു ഫീൽ തന്നെയാണ്. എന്താണ് ഡ്രോബാക്ക് പറയാവുന്നത്, ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറയാവുന്ന ഒരു ഫീച്ചർ? ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ 360 ക്യാമറ ഇല്ല. ബട്ട് ഇത് 2018 മോഡലാണ്. ഇതിനകത്ത് 18-ലെ യൂറോപ്യൻ വണ്ടി ആയതുകൊണ്ട് ഇപ്പോൾ 22-ൽ ഇറങ്ങുന്ന വണ്ടികളിൽ അല്ലെങ്കിൽ 24-ൽ ഇറങ്ങുന്ന വണ്ടികളിലുള്ള ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. ഈ പറഞ്ഞ പോലെ ഇല്ലാത്തത് ഈ 360 ക്യാമറ അങ്ങനെയുള്ളത്. ഇപ്പോൾ ഇതിന് ബാക്കും ഫ്രണ്ടും ബാക്കെല്ലാം സെൻസേഴ്സ് അവൈലബിൾ, സൈഡും സെൻസേഴ്സ് അവൈലബിൾ ആണ്. ക്ലിയറൻസ് ആണ് ഇതിനകത്ത് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പക്ഷേ അത് ആദ്യത്തെ സ്റ്റേജിൽ എനിക്ക് ആ ഇഷ്യൂ ഉണ്ടായുള്ളൂ. ബിക്കോസ് ഒരു 1-2 മന്ത് ബിക്കോസ് SUV നിന്ന് വന്നതിൻ്റെ ഒരു ഇഷ്യൂ. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മളത് മാനേജ് ചെയ്യാനായിട്ട് പഠിക്കും. അതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും പിന്നെ ഇല്ല. പിന്നെ ഐ എം സോ ഹാപ്പി. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇത് കഴിഞ്ഞ് ഇപ്പോൾ 70,000 കിലോമീറ്റർ ആയി. സാധാരണഗതിയിൽ 1 ലക്ഷം കഴിയുമ്പോഴത്തേക്കും വിൽക്കാൻ ഒരു സാധ്യത. അതിനുശേഷം എന്ത് ചിന്തിച്ചിട്ടുണ്ടോ? ഇലക്ട്രിക്കിലേക്ക് വല്ലതും പോകും? അതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം. അതാണ് ഇപ്പോൾ BYD സീൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിലും പ്രോബ്ലം ഈ ക്ലിയറൻസ് ആണ്. അപ്പം ഞാനൊരു ആർക്കിടെക്റ്റ് ആയതുകൊണ്ട് എനിക്ക് പല സൈറ്റുകളിലും പോകേണ്ടി വരും. അപ്പോൾ അവിടെ കയറി ഇറങ്ങുമ്പോഴുള്ള ഒരു ഈ സെഡാൻ യൂസ് ചെയ്തതിനു ശേഷം ഇനി സെഡാൻ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് അതിലെ പക്ഷേ ഈ ക്ലിയറൻസ് ആണ്. ഇലക്ട്രിക് ബൈക്കുകൾക്ക് എല്ലാ പ്രോബ്ലം ഉണ്ടല്ലോ, ബാറ്ററി ലോ താഴ്ത്തിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു BYD E6 കുറച്ചുകൂടി ക്ലിയറൻസ് ഉണ്ട്. E6-ന് കുറച്ചുകൂടി ക്ലിയർ, പക്ഷേ അതൊരു MPV മോഡലാണ്. ഫീച്ചേഴ്സ് കുറവാണ്. പിന്നെ ആ ഒരു ഹെഡ് ടേണർ അല്ല ശരിക്കും. എടുക്കുകയാണെങ്കിൽ ഒരു ഹെഡ് ടേണറിലേക്ക് പോകണം. ഇത് ഓടിച്ചിട്ട് ഇനിയിപ്പം ശ്രദ്ധിക്കാത്തൊരു വണ്ടി ഓടിക്കുന്ന കാര്യം. അതെ. പിന്നെ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ളത് പെട്രോൾ ഹൈബ്രിഡ് എന്നുള്ള ഓപ്ഷനാണ്. ഡെഫിനറ്റ്ലി ഒരു 5 yearsൽ ഇലക്ട്രിക് തന്നെയായിരിക്കും ബെറ്റർ. ബട്ട് ഇപ്പോൾ റൈറ്റ് നൗ എനിക്ക് തോന്നുന്നത് പെട്രോൾ ഹൈബ്രിഡ് ആണ് നമുക്ക് മൈലേജ് വൈസ് ആണെങ്കിലും നമുക്കൊരു ചിന്തയില്ലാതെ വണ്ടി എടുത്ത് പോകാവുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷെ അപ്പോഴൊക്കെ വരാൻ പോകുന്ന പ്രശ്നം കാല് കൊടുത്താൽ ഇതുപോലൊന്നും അതൊരു പ്രോബ്ലം. ഇപ്പോൾ ഈവൻ VRSന്റെ പുതിയ വേർഷൻ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു പെട്രോൾ ഹൈബ്രിഡും ഉണ്ട്. അത് 150ഓളം പെട്രോളും 100 ഇലക്ട്രിക്കുമാണ്. പക്ഷെ അതിൻ്റെ റിവ്യൂവിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഇലക്ട്രിക്കൽ നമ്മൾ ഇതുകൊണ്ട് 100 ഇലക്ട്രിക്കൽ തരുന്നതുകൊണ്ട് അത്യാവശ്യം ചവിട്ടി ഓടിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 150 പവർ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ഇഷ്യൂ പറയുന്നുണ്ട്. അപ്പോൾ ആ ഫണ്ട് ചിലപ്പോൾ പ്യുവർ പെട്രോൾ ഹെഡ്സിന്റെ സാധ്യതകൾ കുറഞ്ഞു വരികയാണ്. അതെ, എന്നോട് ഇത് എടുക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പലരും പറഞ്ഞത് ഇത് ലാസ്റ്റ് സെഗ്മെന്റ് ആയിരിക്കും നമ്മൾ ടച്ച് ചെയ്യുന്ന പെട്രോൾ ഹെഡ്സ് എന്ന് പറയാം. അത് കഴിഞ്ഞാൽ ഇത് ഓൾ ഇലക്ട്രിക്കിലേക്ക് മാറിക്കഴിഞ്ഞു. അത് തന്നെയാണ് നമ്മളിപ്പോൾ GTAയിലും കണ്ടത്. ഇപ്പോൾ രണ്ടും ഏകദേശം ഒരേ എന്താ പറയേണ്ടത്, ഈ ഓടിക്കുന്ന കാര്യത്തിലായാലും കാഴ്ചയുടെ കാര്യത്തിലായാലും ഹെഡ് ടേണർ എന്നുള്ള നിലയ്ക്കാണല്ലോ ഒരേപോലെ നിൽക്കുന്ന വാഹനങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ വേറെ ഒരു വണ്ടിയും നമുക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. അപ്പം അടുത്ത ഒരു എന്താ ഹൈബ്രിഡ് വണ്ടിയാണ് നമ്മൾ കാണുന്നത് പ്രതീക്ഷിക്കും. ഷുവർ. താങ്ക് യു. നമ്മളിപ്പോൾ സംസാരിച്ച 3 പേരോട് ഞാൻ ചോദിച്ചിരുന്നു ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ടോ എന്നൊക്കെ. കാരണം ഞാനത് അറിയാൻ വേണ്ടി എപ്പോഴും ചോദിക്കുന്നത് എന്താണ് ഇലക്ട്രിക് വാഹനങ്ങളെ പറ്റിയുള്ള നമ്മുടെ ആൾക്കാരുടെ ഒരു കോൺസെപ്റ്റ് എന്താണ്, അതായത് ഓടിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, അത്തരം പല കാര്യങ്ങൾ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. തന്നെയല്ല
ഇനി ഭാവി ഇലക്ട്രിക് വാഹനങ്ങളാണോ എന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അതൊക്കെ മുൻകൂട്ടി കണ്ട് ഒരു ടാറ്റ ടിയാഗോ EV വാങ്ങിച്ച ആളാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം. പേര്? അസ്ലം. അസ്ലം. എന്ത് ചെയ്യുന്നു അസ്ലം? ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നത്. ബാങ്കിലാണ്. എവിടെ? ആക്സിസ് ബാങ്ക് എറണാകുളത്താണ്. ഓക്കെ. അപ്പോൾ ധാരാളം ഓട്ടം ഉള്ള ആളാണോ? അത്യാവശ്യം ഉണ്ട്. ഡെയിലി ഒരു 150-200 ഇടയിലുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പലർക്കും പല ആശങ്കകളുള്ള സമയമാണ്. ഇലക്ട്രിക് കാർ വാങ്ങിക്കാൻ സമയമായോ, അതിൻ്റെ റേഞ്ച് ആങ്സൈറ്റി പ്രശ്നമാണോ, ചാർജ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ എല്ലായിടത്തും ഉണ്ടോ, അങ്ങനെയൊക്കെ പല സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ വണ്ടി ധൈര്യമായിട്ട് വാങ്ങിച്ചത്? ഞാൻ ഇലക്ട്രിക് വണ്ടി ഇറങ്ങി എന്നിട്ടൊരു ആഗ്രഹമാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി. എല്ലാ ഒരു സാധാ വണ്ടി പോകുമ്പോൾ നമ്മുടെ തുടങ്ങുമ്പോൾ തന്നെ എടുക്കുമ്പോൾ ഒരു ആൾക്കാർക്ക് ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. ഞാനൊരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ജസ്റ്റ് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്താണ് ഒരു ഇറങ്ങിയ സമയത്ത്. അന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഒരു ഡീസൽ ഡിസയർ ഉണ്ടായിരുന്നത്. അതപ്പോൾ ലാസ്റ്റ് ആയപ്പോഴേക്കും മന്ത്ലി നല്ല ഓട്ടവും എക്സ്പെൻസും പ്ലസ് ഡീസൽ എക്സ്പെൻസ് പ്ലസ് മെയിൻ്റനൻസും കൂടി വന്നപ്പോൾ ഒന്ന് മാറി ചിന്തിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇ വിയിലേക്ക് പോയി. അതായത് റണ്ണിങ് കോസ്റ്റ് ഇല്ലല്ലോ. ഞാൻ ഒരു മന്ത്ലി ഇപ്പോൾ ഒരു 12,000 to 17,000 ഞാൻ ഡീസലിൽ ലാഭിക്കുന്നുണ്ട്, ചിലവാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നത് നേരെ നമുക്കൊരു പുതിയ വണ്ടി എടുത്താലോ, അങ്ങനെ ഒരു ചിന്തയിലാണ് EVയിലേക്ക് വരുന്നത്. വീട്ടിൽ സോളാർ ഉണ്ടോ? സോളാർ ആക്കി. അതോടൊപ്പം സൂര്യഭഗവാന്റെ അനുഗ്രഹത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ജസ്റ്റ് വണ്ടി എടുത്തിട്ട് 2 months ആയിട്ടുള്ളൂ. സോളാർ വെച്ചിട്ടുള്ളൂ. അന്നോട്ട് തുടങ്ങിയ മഴയാണ്. സൂര്യഭഗവാൻ അനുഗ്രഹിച്ചില്ല അല്ലേ? പക്ഷെ അതിപ്പോൾ തെളിഞ്ഞോളൂ, കുഴപ്പമില്ല. അപ്പോൾ ഈ വണ്ടിയിലേക്ക് വരാൻ കാര്യമാണ്, കാരണം അത് വേണമെങ്കിൽ സിട്രോണിൻ്റെ ഈ C3 പോലുള്ള വണ്ടികളും ഉണ്ട്. എന്തുകൊണ്ടാണ് ആകെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് ഇതും അതേപോലെ തന്നെ MGയുടെ കോമറ്റും ആണ് ടെസ്റ്റ് ചെയ്തത്. സിട്രൻ ഞാൻ സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് വലിയ അറിവ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇത് ബുക്ക് ചെയ്തതിന് ശേഷം അങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടെന്ന് അറിഞ്ഞത്. MG ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ MG ആദ്യം പോകാൻ കാര്യം എന്ന് വെച്ചാൽ വില കുറവായിരുന്നു. അതായത് 7 lakhs എന്തോ ഒരു നമുക്ക് MG കിട്ടുമായിരുന്നു. പക്ഷെ അത് ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് പോയി സ്പീഡിൽ പോയി ബ്രേക്ക് ചവിട്ടുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ നേരെ തിരിച്ച് ടിയാഗോയിലേക്ക് തന്നെ വരരുത്. ടിയാഗോ എന്ന് പറഞ്ഞാൽ കാണാൻ ഒരു ക്യൂട്ടാണ്. അകത്തെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങൾ വൈസ് എല്ലാം ഓക്കെയാണ്. അങ്ങനെ പിന്നെ വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ലാന്ന് തോന്നുന്നു ഈ ഒരു സെഗ്മെന്റിൽ. അതായത് ബിലോ 10 lakhs വേറെ ഓപ്ഷൻ ഇല്ലാത്ത കാരണം ഇതിലേക്ക് തന്നെ വന്നതാണ്. ഇതിലെന്തായാലും ഞാൻ ഹാപ്പിയാണ്. ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ആണ് റേഞ്ച് പറഞ്ഞിരുന്നത്? ഇത് മിഡ് റേഞ്ച് ആണ്. 250 കിലോമീറ്റേഴ്സിന്റെ എടുത്തത്. എത്രയാണ് കിട്ടുന്നത് ഇപ്പോൾ? ഇത് ഇപ്പോൾ 250 പറഞ്ഞാലും മാക്സിമം എനിക്ക് 200 കിട്ടിയിട്ടുള്ളൂ. അത് ഡിഫേഴ്സ്. ഹൈവേ സിറ്റിയിലാണെങ്കിൽ ഒരു 120 to 150 നമുക്ക് സിറ്റി ഡ്രൈവിൽ കിട്ടും. ഹൈവേ ആണെങ്കിൽ ഒരു 200 വരെ മാക്സിമം കിട്ടിയിട്ടുണ്ട്. അപ്പം ബാക്കി എങ്ങനെയുണ്ട്? കാരണം ഈ പല ക്വാളിറ്റി പ്രശ്നങ്ങളും ഒക്കെ പലപ്പോഴൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെയൊക്കെ തോന്നി? അതായത് ടാറ്റനെ എനിക്ക് എടുക്കാൻ പോകുമ്പോഴേ എൻ്റെ ഉള്ളിലുള്ള പേടിയായിരുന്നു. കാര്യം എപ്പോഴും പ്രശ്നങ്ങളാണ്. ഇതുവരെയായിട്ടും അങ്ങനെ പ്രശ്നങ്ങളായിട്ട് വന്നിട്ടുള്ള ഒരു പേടിയുണ്ട് മനസ്സിൽ. പ്രശ്നങ്ങൾ ക്വാളിറ്റി ചെറിയ അവിടെ ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം മിറർ ആണെങ്കിൽ എപ്പോഴും ഒരു വൈബ്രേഷൻ ഉണ്ട്. പിന്നെ അവിടെ ഡാഷ്ബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് ഒച്ചയുണ്ട്. പിന്നെ അത് ഇഗ്നോർ ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ പോകുന്നു. 2 മാസം വണ്ടി എടുത്തു. 2 മാസത്തിനുള്ളിൽ എത്രത്തോളം ഓടി കാണും? 6000 കിലോമീറ്റർ ആയി. മോശമില്ല. അപ്പോൾ ഈ നമ്മൾ ഇനി ചോദിക്കേണ്ടതാണ് ഈ ചാർജിങ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഇതുവരെ ഈ ഒരു കാലത്തിനുള്ളിൽ പോയ സ്ഥലത്തെല്ലാം വർക്ക് ചെയ്തോ? വണ്ടി എടുത്ത ദിവസം തന്നെ 4-ാമത്തെ ചാർജിങ് സ്റ്റേഷനിലാണ് വർക്ക് ആയത്. അതായത് ഒരു സ്ഥലത്ത് നിന്നപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നിന്നുപോയി. ആദ്യത്തെ ദിവസം വണ്ടി എടുത്ത് 5% ലാസ്റ്റ് ചാർജ് ചെയ്യുന്നത്. അന്ന് ആദ്യത്തെ ദിവസം തന്നെ ആകെ പ്രശ്നമായിരുന്നു. ഒരു സ്ഥലത്ത് നിന്നപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന് നിന്നുപോയി. വേറെ സ്ഥലത്ത് പണി നടക്കുന്നു. വേറെ സ്ഥലത്ത് നിന്നപ്പോൾ ഫുള്ള്. പിന്നെ ലാസ്റ്റ് ഒരു സ്ഥലത്ത് നിന്നപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ പാനിക്കായി പോയി. 5%-ലാണ്. അതായത് മറ്റേ ലിംബോഡ് ഓണായി ഒരു കണക്കിനാണ് ഓടിച്ചെത്തിയത്. പിന്നെ നമ്മളത് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് യൂസ് ടു ആയി. കാര്യം ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ അങ്ങനെ ആൾക്കാരെ എത്താത്ത ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. പറയണമെങ്കിൽ കളമശ്ശേരി, മുട്ടം ഭാഗത്തുണ്ട്. അങ്ങനെ 2-3 സ്ഥലത്ത് അങ്ങനെ മെട്രോ സ്റ്റേഷൻ്റെ കുറച്ച് ഇതുണ്ട്. അവിടെ ആൾക്കാർ അധികം വരാറില്ല. അപ്പോൾ അവിടെ പോയി അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇപ്പോൾ സോളാർ വെച്ച് കാരണം വീട്ടിലിപ്പോൾ എന്നും രാത്രി കുത്തിയിടും. ഇപ്പോൾ ഡെയിലി ഓട്ടത്തിൻ്റെ ഇടയിൽ തീർന്നു പോകാറായെങ്കിൽ മാത്രമേ ഇപ്പോൾ ചാർജിങ് സ്റ്റേഷനിൽ കയറാറുള്ളൂ. എത്ര നേരം എടുക്കുന്നുണ്ട് വീട്ടിലാകുമ്പോൾ? വീട്ടിലാണ് രാത്രി 7 മണിക്കൂർ. രാത്രി നോക്കാറില്ല. ഇറങ്ങാൻ നേരത്ത് കുത്തിയിട്ട് രാവിലെ ഓഫാക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സിറ്റി കാറായിട്ട് കണക്കാക്കിയാൽ മതി. പക്ഷേ നമുക്ക് ലോങ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാക്സിമം പോയിക്കുന്നത് ആലപ്പുഴ സൈഡ്, തൃശ്ശൂർ സൈഡ്, പിന്നെ പാഞ്ചാലിമേടും പോയി. പാഞ്ചാലിമേട് പോയപ്പോൾ മുണ്ടക്കയത്ത് ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായി. ഇവിടെ നിന്ന് മുണ്ടക്കയം വരെ 47-ലെത്തി, 47%. അവിടെ നിന്ന് ഫുൾ ചാർജ് ചെയ്ത് മല കയറി തിരിച്ചിറങ്ങിയപ്പോഴേക്കും തിരിച്ച് 40 ആയി. മല കയറുമ്പോൾ ഒരു വിഷയമുണ്ട് ഈ വണ്ടിക്ക്. കാര്യം 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ 1%, 2% കുറഞ്ഞു പോകും. അപ്പോൾ മുണ്ടക്കയവും പോയി. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല. ഇടയ്ക്ക് തോന്നും ഇതിൻ്റെ കൂടിയ റേഞ്ച് എടുത്താൽ കൊള്ളാമായിരുന്നു തോന്നും. പക്ഷേ ഞാൻ ഹാപ്പിയാണ് ഇതിൽ. അപ്പോൾ സാധാരണ ഇതിലിപ്പം നമ്മൾ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നവരോടുള്ളൊരു ഉപദേശം എന്നുള്ള ഞാൻ ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ എത്ര % ആകുമ്പോൾ ചാർജ് റീചാർജ് ചെയ്യണം സേഫായിട്ട്? പിന്നെ പറയുന്നത് 25 ആണ്. പക്ഷേ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാര്യം 25 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അപ്പോൾ ചാർജിങ് സ്റ്റേഷനിലേക്ക് കയറേണ്ടി വരും. ഞാനിപ്പോൾ
15 വരെ ഞാൻ പോകുന്നുണ്ട്. വേറെ ഓപ്ഷൻ ഇല്ല. കാര്യം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ചാർജിങ് സ്റ്റേഷൻ പോയി നോക്കല് ഒരു ഇപ്പോഴത്തെ ഇതിൽ അത് പോസിബിൾ അല്ല. അതൊരു വിഷയമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഓട്ടത്തിൻ്റെ ഇടയിൽ 1 മണിക്കൂർ ഒന്ന് പോകും. പിന്നെ ഈ കണ്ടെത്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പനമ്പള്ളിയിൽ ഇപ്പം എറണാകുളത്താണെങ്കിൽ വലിയ കുഴപ്പമില്ല, എന്നാലും ചില സ്ഥലങ്ങളിൽ സാധനം ഇല്ല. അപ്പോൾ ആ ഒരു ധൈര്യം കൊണ്ടൊക്കെ അങ്ങോട്ട് പോകുന്നു. ദൈവമേ വിളിച്ചൊക്കെ ചെയ്യാൻ ശരിക്കും പ്രാർത്ഥനകളുള്ളതുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. അതായത് ദൈവവിശ്വാസികളെ എടുക്കാവുള്ളൂ ഇലക്ട്രിക് കാറിനാണ് പറഞ്ഞു വരുന്നത്. കാര്യം നമുക്ക് ശരിക്കും എൻ്റെ കൂടെ കയറുന്നവർക്കാണ് ഏറ്റവും വലിയ ടെൻഷൻ. റേഞ്ച് പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് പാനിക്കും. അപ്പോൾ അവരും പേടിച്ചു, പണ്ടാരം കയറി പോയല്ലേ ഇവൻ്റെ കൂടെ എന്നുള്ള 2 പ്രാവശ്യം 2 പേരെ വഴിയിലിറക്കി വേണ്ടി വന്നിട്ടുണ്ട്. എടുത്ത് പിക്ക് ചെയ്തിട്ട് തിരിച്ച് അവിടെ കൊണ്ട് ഇറക്കാനുള്ള റേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് വീട്ടിൽ പോകേണ്ടി വരും. അപ്പം ഒരു പ്രാവശ്യം ഭയങ്കര വിവാദമായിരുന്നു. ഒരാളെ വഴിയിലിറക്കി വിട്ട് അയാൾ പിന്നെ മഴയത്ത് നീന്തി കിടന്നൊക്കെയാണ് വീട്ടിലെത്തിയത്. ഈ കഴിഞ്ഞ മഴയത്താണ് ഞാൻ ആകെ പെട്ടുപോയത്. വേറൊരു ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെള്ളം എനിക്കും ഭയങ്കര പേടിയാണ്. കാര്യം വെള്ളത്തിൽ ഇറക്കാമോ ഇല്ലയോ എന്ന് കമ്പനി പറയുന്നത് സേഫ് ആയിട്ട് ഇറക്കാമെന്നാണ്. പക്ഷേ മഴയത്ത് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വെള്ളം ഉണ്ടാവില്ല, തിരിച്ച് വന്ന വഴി പൊക്കാമായിരിക്കും. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഒരു കോമറ്റ് ഉണ്ട് കമ്പനി തന്നിരിക്കുന്ന ഓടിക്കാൻ വേണ്ടി. അതിപ്പം അത് കിട്ടിയപ്പോൾ തൊട്ട് മഴക്കാലമാണ്. അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് നല്ല വെള്ളക്കെട്ടി കൂടെ ഓടിച്ചുകൊണ്ടിരിക്കുക, എന്താ സംഭവിക്കുന്നതൊക്കെ. പക്ഷേ ഇതുവരെ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. എനിക്കും ഞാനിപ്പോൾ അങ്ങനെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവോയ്ഡ് ചെയ്യും. പക്ഷെ ചില സ്ഥലത്ത് പേടിയാണ്, നല്ല പേടിയുണ്ട്. ഇതിപ്പോ ഷോർട്ട് ആവൂ, കമ്പനി പറയുന്നുണ്ട് കുഴപ്പമില്ലാന്ന്, പക്ഷെ നമ്മുടെ ഭാഗ്യം. അതെ അതെ എന്ന് വെച്ചാൽ അതിൻ്റെ അത്തരത്തിലുള്ള ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ്, വാട്ടർ വെയ്ഡിങ് ടെസ്റ്റും എല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിന് അപ്രൂവൽ കൊടുക്കുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ മറ്റൊരാശങ്ക എല്ലാവർക്കും ഉള്ളത് ഇപ്പോൾ ഈ ബാറ്ററി കുറച്ച് കാലം കഴിയുമ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വന്നാൽ വലിയൊരു പൈസയാകുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ല. ഏത് വണ്ടി എടുത്താലും നമുക്ക് അതിൻ്റെതായ ഇപ്പോൾ എൻ്റെ ഡിസൈർ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല മന്ത്ലി ഒരു 2000 to 3000 ഓട്ടുന്നുണ്ട്. അപ്പോൾ പഴയതായത് കൊണ്ടാവാം ഒരു 3 മാസം കൂടുമ്പോൾ 6000-7000 അതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നോട് വെച്ച് കാണാം എല്ലാം ചിന്തിച്ച് നമുക്ക് ഒരു വണ്ടിയും എടുക്കാൻ പറ്റില്ല എന്ന മൈൻഡ് സെറ്റാണ് എനിക്ക്. നാളെ വലിയ പണി കിട്ടാം. അപ്പോൾ എന്തായാലും 2-3 മാസത്തിൽ നല്ല ഹാപ്പി ആയിട്ടാണ് ഓടിക്കുന്നത്. ശരിക്കും പോക്കറ്റ് കാലിയാകുന്ന പ്രശ്നമില്ല അല്ലേ? മറ്റേത് എപ്പോഴും ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഇപ്പോഴത്തെ നിലവിൽ KCB ചതിക്കാണ്ടിരുന്നാൽ മതി. കാര്യം എടുത്ത സമയത്ത് 10 ദിവസം ചാർജ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു കറണ്ട് ബില്ല് വന്നു. സോളാർ വെക്കുമ്പോൾ ലാഭമാണെന്ന് വിചാരിക്കുന്നു. അതെ തീർച്ചയായിട്ടും ലാഭമായിരിക്കും. ഓക്കെ, അപ്പം എന്താണ് ഇനിയിപ്പോൾ ദീർഘകാലം തന്നെ ഓടിച്ചു നടക്കാൻ തന്നെയാണ് പരിപാടി? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു 1 year കൂടുമ്പോൾ വണ്ടി മാറുന്ന ആളാണ്. സെക്കൻഡ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു 10ാമത്തെ വണ്ടിയാണിത്, ഒരു 6 വർഷത്തിന്റെ ഇടയിൽ. പെട്ടെന്ന് പറയാമോ ഏതൊക്കെ വണ്ടികളായിരുന്നു? ഞാനിപ്പോൾ തുടക്കം മാരുതി ആയിരുന്നു 800, പിന്നെ സെൻ, പിന്നെ ഇന്ത്യക്ക, പിന്നെ ഒരു എത്തിയോസ് എടുത്തു, പിന്നെ ഒരു ഫിയസ്റ്റ എടുത്തു, പിന്നെ ഒരു സഫാരിയിലേക്ക് പോയി, ഒരു സെലീറിയോ, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ഡിസൈർ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. ഇത് 10ാമത്തെ വണ്ടി. ഇത്രയും 10 വണ്ടിയിൽ ഏത് വണ്ടിയോ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് മനസ്സിൽ വരുന്നത്? ഫിയസ്റ്റ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിയസ്റ്റ ബിൽഡ് ക്വാളിറ്റിയും ആ ഒരു എലഗൻസും ഫിയസ്റ്റ അടിപൊളിയായിരുന്നു. പക്ഷേ ചില കാര്യങ്ങളിൽ എനിക്ക് ഓരോരോ തോന്നലാണ്. അപ്പോൾ കുറച്ചാൾ 2 മാസം ഉപയോഗിച്ചോളൂ കൊടുത്തോളൂ, പെട്ടെന്ന് സഫാരി എടുക്കണമെന്ന് തോന്നി. അങ്ങനെ അത് കൊടുത്തിട്ടൊരു സഫാരി എടുത്തു. സഫാരി എടുത്തിട്ടാണെങ്കിൽ പോണ വഴി ഇലക്ട്രിക്കൽ പഴയ സഫാരി 2010 ഡൈക്കോർ എഞ്ചിൻ സഫാരി ആയിരുന്നു. അത് പറഞ്ഞ പോലെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ അതും കൊടുത്തു. പിന്നെ സെലീറിയോ എടുത്ത് അതൊരു 6 മാസം ഉപയോഗിച്ചു. അപ്പോഴത്തേക്കും അത് മൈലേജ് ഇല്ല. അത് ഭയങ്കര മൈലേജ് ആണെന്നും പറഞ്ഞെടുത്ത വണ്ടിയാണ്. എങ്ങനെ ഓടിച്ചിട്ട് 15-ന് അപ്പുറം കിടക്കുന്നില്ല. അങ്ങനെ അത് കൊടുത്തു. പിന്നെ ഒരു എത്തിയോസ് ഉണ്ടായിരുന്നു, അത് അടിപൊളി വണ്ടിയായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും ഓയിൽ പ്രശ്നം. നമുക്ക് തന്നെ എല്ലാ പണിയും കിട്ടും. എടുത്ത് 2 വർഷത്തിനുള്ളിൽ 50,000 ഓടി. അപ്പോഴത്തേക്കും ഓയിൽ തന്നെ കത്തിപ്പോണു. എവിടെ പോണെന്ന് അറിയാത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് കൊടുത്തു. അപ്പോൾ ഇപ്പം ഇങ്ങനെ എടുത്ത് വിറ്റ വണ്ടികൾക്കെല്ലാം അത്യാവശ്യം റീസെയിൽ കിട്ടിയോ? നഷ്ടം വേണമെന്ന് പറയാം. ചില വണ്ടികൾക്ക് എടുത്തതിന് വേണ്ടി കൂടുതൽ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഞാൻ എടുക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർ പറയും അസ്ലം എടുത്ത വണ്ടി നല്ലതാണ്. കാര്യം ഞാൻ എടുത്ത് എല്ലാ പണിയും കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ കൊടുക്കും. അത് ഓരോ വണ്ടി ഓരോ സമയത്ത് ഓരോ ആഗ്രഹങ്ങൾ തോന്നി അങ്ങനെ എടുക്കും. ഇനിയിപ്പോൾ ഇതെന്തായാലും കൊടുക്കാൻ ഇതിന്റെ കാര്യത്തിൽ എനിക്കൊന്ന് റീസെയിൽ വാല്യൂ അതൊരു പ്രശ്നമാണ്. അപ്പം എന്തായാലും കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ വണ്ടി കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ കുറച്ച് ടെൻഷനുകൾ കൂടും. അതെ ശരിയാണ്. അതാണ് ഞാൻ കുറച്ച് ദിവസമൊക്കെ ഇത് ഓടിച്ചുകൊണ്ട് നടന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് തന്നെയാണ്. റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്നത് പ്ലാൻ ചെയ്താൽ അതുണ്ടാവില്ല. 2 ഇപ്പം ഒരു 5% ചാർജ് ഉള്ളപ്പോൾ അടുത്ത സ്ഥലത്ത് കയറാമെന്ന് വിചാരിക്കരുത്. നേരത്തെ തന്നെ ചാർജ് ചെയ്തോണം. കാരണം എല്ലാ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻസും വർക്ക് ചെയ്യണമെന്നില്ല. അങ്ങനെ ചില പ്ലാനിങ്ങുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുനടക്കാം. പിന്നെ സോളാർ വീട്ടിലുണ്ടെങ്കിൽ സമാധാനമായിട്ട്. പിന്നെ രാത്രി ഫുൾ ചാർജ് ചെയ്ത് രാവിലെ നമ്മളൊരു 150 കിലോമീറ്റർ ഓടുന്ന ആളാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് കൊണ്ടു നടക്കാം. പിന്നെ വേറെ അങ്ങനെ മെയിൻ്റനൻസ് ഒന്നും എന്തായാലും വരാനുമില്ല. കാരണം അത്രയ്ക്കുള്ള പാർട്സ് ഒന്നും ഇതിനകത്തില്ല. അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് ഈ തുടക്കത്തിൽ തന്നെ എടുത്തതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. അപ്പോൾ എല്ലാം ഭംഗിയോടെ മുന്നോട്ട് പോകട്ടെന്ന് ആശ്വസിക്കുന്നു. താങ്ക് യു.
ഇന്നത്തെ റാപ്പിഡ് ഫെയറിൽ വ്യത്യസ്തമായ വാഹനങ്ങളാണ് കണ്ടത്. പൊതുവേ നമ്മൾ കണ്ടു വരാത്ത പോളോ GTI ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്കോഡ VRS ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വാഹനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. എങ്കിലും അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഞാൻ ടൂർ മാക്സിനെ പറ്റി പറയുകയാണ്. ഗംഭീരമായ ഡെസ്റ്റിനേഷനുകളാണ് ടൂർ മാക്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഡെസ്റ്റിനേഷനിൽ എവിടേക്ക് പോകണമെങ്കിലും ഈ നമ്പറിൽ വിളിക്കുക, എന്നിട്ട് യാത്രയ്ക്ക് ഒരുങ്ങുക. കൂടാതെ ഓഗസ്റ്റ് 6 കസാഖിസ്ഥാനാണെങ്കിൽ ഞാനും ഉണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.